ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ നടക്കാനൊന്ന് ഇറങ്ങിയതാണ്. ഇപ്പം മഴയൊക്കെ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ കുറച്ച് കാലമായിട്ടോ രാവിലത്തെ നടത്തൊക്കെ നിന്നിട്ട്. അപ്പം ഈ ഒരാഴ്ച മുതൽ ഞാൻ വീണ്ടും നടക്കാനൊക്കെ ഒന്ന് തുടങ്ങി. ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, പക്ഷേ അത് അറിയില്ല എത്രത്തോളം നടക്കുന്നു. അങ്ങനെ ഒരു റൗണ്ട് നടത്തൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ നടത്തം അവസാനിപ്പിച്ചു. ഇനി ഇതവിടെ കുറച്ച് ഇരുന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ തീരെ നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം നടക്കുമ്പോൾ തന്നെ ക്ഷീണിച്ചു കേട്ടോ. അങ്ങനെ അവിടെ കുറച്ചൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. കുറേ നമുക്കിങ്ങനെ സമയം പോകുന്നത് അറിയില്ല. പിന്നെ അതാണ് കേട്ടോ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്, ഫ്ലാറ്റ് അവിടെയാണ്. പിന്നെ ഇതൊക്കെ കാണുന്നത് ഓരോ അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കുറേ അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. നമുക്കിങ്ങനെ ഇവിടെ ഇരുന്ന് സുഖമാണ്, നല്ല രസമാണ്. കുറേ സമയം പോകുന്നത് അറിയില്ല. കുറേ ആൾക്കാരിങ്ങനെ രാവിലെ തന്നെ ഉണ്ടാവും, സൈക്ലിങ്ങിനും നടക്കാനും ഓടുന്നതും ഒക്കെ ആയിട്ട് കുറേ പേരുണ്ടാവും ഈ ഒരു സമയത്ത്. അപ്പോൾ അതൊക്കെ കണ്ട് ഇരിക്കാൻ നല്ലൊരു രസമാണ്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോവുകയാണേ. ആ ഒരു ഏരിയ കൂടി നടന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് നടക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിപ്പം എണീറ്റതും വന്നതും പോയതും ഒന്നും അവരറിയില്ല കേട്ടോ. എല്ലാവരും നല്ല ഉറക്കമാണ്. ഞാൻ കീ എടുത്ത് ഇറങ്ങുകയാണ് ചെയ്യുക. ഞാൻ പോയി കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും എണീക്കൂ, അപ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തൂടെയാണ് ഞാൻ നടക്കാറ്. അങ്ങോട്ടത് കുറേ ദൂരത്തോളം അങ്ങനെ നീണ്ട് കിടക്കുന്നൊരു ഏരിയ ആണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണേ. ഇപ്പം ആക്ച്വലി വിൻ്ററൊക്കെ കഴിഞ്ഞെങ്കിലും തണുപ്പ് രാവിലെയും അതുപോലെ വൈകുന്നേരവും തണുപ്പുണ്ട് കേട്ടോ. രാവിലെയും വൈകുന്നേരവും നല്ലൊരു തണുപ്പ് തന്നെയാണ്. പിന്നെ അത് കഴിയുമ്പം കുറച്ച് തണുപ്പ് അങ്ങ് പോകും. പക്ഷേ ഈ സമയത്തൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും. പക്ഷേ കുറച്ച് നടന്ന് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് മാറിക്കിട്ടും. പിന്നെ ഇപ്പോൾ സ്പ്രിങ് തുടങ്ങിയതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയാണ് പുറമെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് റോഡിൻ്റെ സൈഡിലും റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പല കളറുള്ള പല ഭംഗിയുള്ള പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം അമ്പൂന് വെക്കേഷനാണ്, ദീപോട്ടനും പോകാനൊന്നുമില്ല. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല രാവിലെ. അതുകൊണ്ട് രാവിലത്തെ പരിപാടിയൊക്കെ പതുക്കെ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സമയം ഏകദേശം 8:30 ഒക്കെ കഴിഞ്ഞു. അപ്പം ഇനി എന്തായാലും മിക്കവാറും ആരും എണീക്കാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പോയി നോക്കട്ടെ. പറഞ്ഞ പോലെ തന്നെ ആരും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ കുറച്ചുകൂടി ഇരുന്നിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാമെന്ന്. അങ്ങനെ ബാൽക്കണിയിലേക്ക് പോയി അവിടെ കുറച്ച് ഇരിക്കാമെന്ന് കരുതി. ഇവിടെ ഇരിക്കാനും നല്ല രസമാണ് കേട്ടോ. കാരണം നല്ലൊരു ഭംഗിയാണ് പുറത്തേക്ക് നോക്കുമ്പം. ഈ ഒരു 3 വീട്ടിലും, ഇത് 3 ഇപ്പോൾ വീടുകളാണ്. ഇപ്പം ഈ 2 വീട്ടിലും ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്നില്ല. ഇവിടെ മാത്രമേ ഇപ്പോൾ ആൾ താമസിക്കുന്നുള്ളൂ. ബാക്കി 2 വീടും അടച്ചിട്ടതാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ക്ലീൻ ചെയ്ത് പോകുന്നത് കാണാം. പിന്നെ ബാക്കി അങ്ങോട്ടൊക്കെ ഫുള്ള് അപ്പാർട്ട്മെൻറ്റുകൾ തന്നെയാണ് കേട്ടോ. ഇവിടെ നല്ല രസമാണ്, കുറേ ആൾക്കാരൊക്കെ നമുക്കെന്നെ കാണാം. പിന്നെ ആ വഴിക്ക് അങ്ങോട്ടേക്ക് പോയാൽ അവിടെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ ആ വഴിക്കും ഒക്കെ നടക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മരം എന്ന് പറയുന്നത് നമ്മുടെ യൂക്കാലിപ്സിൻ്റെ മരമാണ്. അത് ഈ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞത്. നമ്മൾ ഈ ഇല ഇങ്ങനെ പൊട്ടിച്ചിട്ട് കയ്യിലിങ്ങനെ ഉരസിയാൽ നല്ല നമ്മുടെ ആ യൂക്കാലിപ്സ് തൈലത്തിൻ്റെ മണമല്ലേ, അത് ശരിക്കും കിട്ടും കേട്ടോ. നല്ലൊരു സുഖമാണ്, ആ ഒരു കറക്റ്റ് ആ സ്മെല്ലിങ്ങനെ കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ബാൽക്കണിയിൽ ഇരിക്കാൻ നല്ല രസമാണ് എപ്പോഴും. കാരണം ഈ 2 വലിയ മരമുണ്ട് ഇവിടെ യൂക്കാലിപ്സിൻ്റെ. അതിങ്ങനെ നിറഞ്ഞിങ്ങനെ പന്തലിച്ച് ഈ ഒരു ബാൽക്കണിയിലേക്ക് കിട്ടുക. അപ്പോൾ എപ്പോഴും നല്ലൊരു തണുത്തൊരു കാറ്റും തണലും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ കിച്ചണിലേക്ക് കയറി കേട്ടോ. പിന്നെ ഇന്നിപ്പം ഇഡ്ഡലിയാണ്, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കഴിയും. ഇഡ്ഡലി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെച്ചു. പിന്നെ ഇഡ്ഡലിയും സാമ്പാറും ആക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു കോമ്പിനേഷനല്ലേ ഇഡ്ഡലി സാമ്പാർ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ്. അങ്ങനെ നല്ല ഇഡ്ഡലിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചു. പിന്നെ ഇനിയിപ്പോൾ അപ്പോഴേക്കും എല്ലാവരും എണീറ്റ് വന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഇഡ്ഡലി ഇങ്ങനെ എടുത്ത് ഓരോന്ന് വെക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു രസമാണ്. അപ്പം ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഇന്ന് ലഞ്ചൊന്നും ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾക്ക് പുറത്തുനിന്ന് പോകാനുണ്ട്. അപ്പം മിക്കവാറും പുറത്തുനിന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഇഡ്ഡലി റെഡിയായി, സാമ്പാർ റെഡിയായി. ഇനി ഞങ്ങൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ, അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി ഇനി പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണേ. എല്ലാവരും റെഡിയായി. ഇപ്പം അല്ലിക്കുട്ടീൻ്റെ പുതിയ ഫേവറേറ്റ് ഡോൾ ഇപ്പോൾ ഇതാണ് കേട്ടോ. ഓരോരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ എല്ലാവിടെയും പോകുമ്പോൾ ഇതും പിടിച്ചാണ് പോകുന്നത്. ഓരോരോ സമയത്ത് ഓരോന്നിനോടാണ് ഇഷ്ടം കൂടുതൽ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നേരെ ഈ വെസ്റ്റ് മോളിലേക്കാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിട്ടോ. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്.
അപ്പോൾ ഇന്നിപ്പം ക്രിസ്മസിന് ഇനിയും ഒരുപാട് സമയമുണ്ടെങ്കിലും ഇപ്പോൾ ഈ മോളുടെ ഒരു സെക്ഷൻ മൊത്തം ക്രിസ്മസിൻ്റെ ഐറ്റം വന്നു തുടങ്ങി കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ സെലിബ്രേഷനാണല്ലോ ക്രിസ്മസ്. അപ്പം ആ ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കുറേ ക്രിസ്മസ് ട്രീയും അല്ലാത്ത കുറേ ഡെക്കറേറ്റീവ് ബോൾസ് അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഇല്ലേ, അത് പല കളറുള്ളതുണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ മോളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ഫീൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അതല്ലാതെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പല രൂപങ്ങൾ, പല ഐറ്റംസ് കേട്ടോ, പല വെറൈറ്റി നമ്മളിതുവരെ കാണാത്ത പല മോഡലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ നോക്കി നിന്നപ്പോൾ ഈ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ രൂപം നല്ല ഭംഗിയുണ്ട്, നല്ല വൈറ്റ് കളറായിട്ട് നല്ല എന്താ ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നും ഓരോരോ വെറൈറ്റിയാണ്. അങ്ങനെ അതൊക്കെ കുറേ നേരം നോക്കി നിന്ന് പോകട്ടോ നമ്മളോട്. അപ്പം വാങ്ങാനുള്ള ഇതൊക്കെ മറന്നു പോയി ഈ ഒരു സെക്ഷനിലേക്ക് തന്നെയായി പോവുകയാണ്. അങ്ങനെ അതൊക്കെ കണ്ടു. ഞങ്ങളിനി വേറെ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് അല്ലി ഈ പ്ലേ ഏരിയയിൽ കണ്ടത്. പിന്നെ ഒരു രക്ഷയെല്ലാം അങ്ങോട്ടേക്ക് പോവാതെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഏരിയയിൽ എപ്പോഴും കുട്ടികളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെ കുറച്ച് കളിച്ചോട്ടെ എന്ന്. കാരണം കുറേ ഐറ്റംസ് ഉണ്ടല്ലോ കളിക്കാൻ വേണ്ടിയിട്ട്, നല്ല എൻജോയ് ചെയ്ത് കളിച്ചോളൂ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ പിന്നെ മൂപ്പരെ അല്ലിക്കുട്ടീൻ്റെ പരിപാടി അവിടെ നടന്നോട്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അവിടെ കുറച്ച് നേരെ ഇരുന്നു. ഏതിൽ കയറണം എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. ഏതാ വേണ്ടത്, ഏതാണ് പോകേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഞാനും അമ്പും കുട്ടി അവിടെ അങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. ദീപോട്ടൻ 1-2 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ തലകുത്തി മറയിലും എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലിക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഏരിയയിൽ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവിടെ അടുത്ത് കാറ് കണ്ടത്. പിന്നെ അതിലേക്കായി. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊക്കെ പിടിച്ച് വലിച്ച് പോകാമെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രയാസമായ കാര്യം കേട്ടോ. ഈ ഒരു മോളിലൊക്കെ കൊണ്ടുവന്നാൽ അല്ലിനെ കൊണ്ട് ഇതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഡ്രസ്സ് സെലക്ട് ചെയ്യലാണ്. ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഡ്രസ്സിൽ ഏതാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വന്നു. അങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അമ്പൂന് പ്രത്യേകിച്ച് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. സൺഗ്ലാസ് വെക്കാൻ തന്നെ വലിയ താല്പര്യമില്ല. എന്തായാലും അങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് നോക്കി അവസാനം ഒന്ന് സെലക്ട് ചെയ്തു അമ്പൂന് വേണ്ടിയിട്ട്. ഇനി അടുത്തത് അല്ലിക്ക് വേണ്ടിയിട്ട് ഒന്ന് സെലക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അല്ലിക്ക് ആദ്യം ഇടുന്നതൊന്നും പിടിക്കുന്നില്ല. ഇടുമ്പോൾ തന്നെ അപ്പം തന്നെ ഊരി മാറ്റുകയാണ്. ഇതൊന്നും ഒരു രസമില്ല എന്നും പറഞ്ഞിട്ട് അപ്പം തന്നെ ഊരുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ. അപ്പോൾ എന്നോട് പറയും ഒരു ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് തരികയാണ്. ഇതിപ്പോൾ ഭയങ്കര ഇഷ്ടമായി, അത് മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സൺഗ്ലാസൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ച് ഇവിടുന്നാക്കി. പിന്നെ അപ്പോൾ ഇന്നത്തെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ഇന്നത്തെ ലഞ്ച് കൂടി കഴിഞ്ഞതോടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ മെയിൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ലൊരു ദിവസമായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് പോകാൻ കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് രണ്ടുപേരും ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പാണിത്. അപ്പോൾ ഇവിടെ ഐസ്ക്രീമൊക്കെ കിട്ടും. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കാനൊക്കെ സൗകര്യമുണ്ട്, നല്ല രസമാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചെന്നാൽ പിന്നെ അതുകൂടി വാങ്ങിക്കൊടുത്താൽ പിന്നെ അന്നത്തെ കരാറ് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഐസ്ക്രീം വാങ്ങാൻ പോയി. അങ്ങനെ അവർ വേണ്ട ഐസ്ക്രീമൊക്കെ സെലക്ട് ചെയ്തു. അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.